ആത്മാക്കളോട് സംസാരിക്കുക എന്നതിൻ്റെ പേര് സ്പിരിച്വലിസം എന്നാണ്. ഇതിൻ്റെ തുടക്കം ഫോക്സ് സിസ്റ്റേഴ്സിൽ നിന്നാണ്. അതായത് ന്യൂയോർക്കിൽ 3 സഹോദരിമാരുണ്ടായിരുന്നു: ലിയ ഫോക്സ്, മാർഗരറ്റ് ഫോക്സ്, കാത്തി ഫോക്സ്. ഇതിലെ മാർഗരറ്റ് ഫോക്സും കാത്തി ഫോക്സും ആത്മാക്കളോട് സംസാരിക്കുന്നവരായിരുന്നു. വളരെ ചെറുപ്പം മുതൽക്കേ ആത്മാക്കളുടെ സാമീപ്യം ഇവർക്കറിയുമായിരുന്നു. ഇവരുടെ വാടക വീട്ടിൽ പലപ്പോഴും ഇവരുടെ ഒരു ആത്മാവ് സംസാരിക്കാൻ ശ്രമിക്കുന്നതായി ഇവർക്ക് തോന്നുമായിരുന്നു. അതായത് പലപ്പോഴും ഇവരുടെ വീടിൻ്റെ ചുവരുകളിൽ കാണുന്ന പോറലുകൾ ആത്മാക്കൾ ഇവരോട് സംസാരിക്കുന്നതായിട്ടാണ് ഇവർക്ക് തോന്നാറ്. ഇവരുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജനലിനടുത്തായി 3 കാലുള്ള ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാലിന് നീളം ഇത്തിരി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ജനലിലൂടെ വരുന്ന കാറ്റിൽ ഇത് വല്ലാതെ ആടുമായിരുന്നു. പലപ്പോഴും ഈ ശബ്ദം ആത്മാക്കൾ തങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നാണ് കാത്തിയും മാർഗരറ്റും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിനോട് റിപ്ലൈ ചെയ്യുകയും ഉണ്ടായിരുന്നു. പലപ്പോഴും ഇത് ചെയ്ത് അവർക്ക് അതൊരു ശീലമായി മാറി. അവർ ഈ ഒരു ശബ്ദത്തെ ആത്മാവിൻ്റെ ചോദ്യമായും അവർ ഉത്തരം നൽകാനും തുടങ്ങി. നാട്ടുകാർ ആദ്യമൊക്കെ ഇതിനെ കളിയാക്കിയെങ്കിലും പിന്നീട് അവരും അത് വിശ്വസിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ ആത്മാക്കളോട് സംസാരിക്കാൻ വേണ്ടി പലരും കാത്തിയുടെ അടുത്തും മാഗിയുടെ അടുത്തും എത്തി. ഇവരുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ആരാണോ ആത്മാവിനെ കാണാൻ വേണ്ടി ഇവരുടെ അടുത്തേക്ക് എത്തുന്നത് അവരോടൊപ്പം ആ ടേബിളിന് ചുറ്റും ഇരിക്കും. അവരുടെ എല്ലാവരുടെയും കൈ പിടിച്ച ശേഷം ഇവരൊരു ചോദ്യം ചോദിക്കും ആ ആത്മാവിനോട്. ആ ആത്മാവ് തിരിച്ച് ആ ടേബിളിലൂടെ നോക്ക് ചെയ്തിട്ട് ഉത്തരം പറയും. ആ നോക്കിങ്ങിലാണ് ആത്മാവിൻ്റെ ഉത്തരം കിടക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇവർ വേണ്ട രീതിയിലുള്ള ഉത്തരം കൊടുത്തു. എന്നാൽ 1888 മാർഗരറ്റ് കൺഫസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന്. പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നാട്ടുകാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളമായിരുന്നു നാട്ടുകാർക്ക് അവരിലുള്ള വിശ്വാസം.